നെക്സ്റ്റ് ടോപ്പിക് ആണ് സപ്ലൈ ഓഫ് ലേബർ. അതായത് ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഡിമാൻഡ് ഫോർ ലേബർ നമ്മൾ നോക്കിക്കഴിഞ്ഞു. അതേപോലെ തന്നെ അടുത്ത ടോപ്പിക്കാണ് സപ്ലൈ ഓഫ് ലേബർ. എന്താണ് വാട്ട് ഈസ് മീൻ ബൈ സപ്ലൈ ഓഫ് ലേബർ? അതായത് the supply of labor not affected by the fact that firm have monopolistic power. എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത്? the supply of labor not affected by the fact that firm have monopolistic power. അതായത് മൊണോപോളിസ്റ്റിക് പവറിനെ ഏത് എഫക്ട് ചെയ്യുന്നില്ല? സപ്ലൈ ഓഫ് ലേബർ എഫക്ട് ചെയ്യുന്നില്ല. ദ സപ്ലൈ ഓഫ് ലേബർ നോട്ട് എഫക്റ്റഡ് ബൈ ദ ഫാക്ട് ദാറ്റ് ഫേംസ് ഹാവ് മൊണോപോളിസ്റ്റിക് പവർ. ഒരു വിപണിയിൽ ഉണ്ടാകുന്ന മൊണോപോളിസ്റ്റിക് പവറിനെ, മൊണോപ്പൊളി എന്ന് പറഞ്ഞാൽ കുത്തക, അപ്പൊ മൊണോപോളിസ്റ്റിക് ശക്തികളെ ഏത് എഫക്ട് ചെയ്യുന്നില്ല? സപ്ലൈ ഓഫ് ലേബർ എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ summation of the supply curve of individual household. അതുകൊണ്ട് തന്നെ മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ, ഒരു മാർക്കറ്റിലെ സപ്ലൈ ഓഫ് ലേബർ ഏതുമായി സമ്മേഷൻ കൂടിച്ചേരുന്നു? സമ്മേഷൻ ഓഫ് ദ സപ്ലൈ കർവ് ഓഫ് ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡ്. ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡുമായി മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ എങ്ങനെയായിരിക്കാം? സമ്മേഷൻ അല്ലെങ്കിൽ ഇന്റഗ്രേറ്റർ ഒന്നിച്ചായിരിക്കാം. അപ്പൊ മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ സമ്മേഷൻ ഓഫ് ദ സപ്ലൈ കർവ് ഓഫ് ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡ്. ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡുമായി മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ എങ്ങനെയായിരിക്കാം? സമ്മേഷൻ, ഒരു കൂടിച്ചേർന്ന് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെ സപ്ലൈ ഓഫ് ലേബർ ഏതുമായി എഫക്ട് ചെയ്യുന്നില്ല? മൊണോപോളിസ്റ്റിക് പവറുമായി എഫക്ട് ചെയ്യുന്നില്ല. And then supply curve that an individual firm faces is however perfectly elastic. That of the market is positively sloped at a given wage rate. അതുകൊണ്ട് തന്നെ സപ്ലൈ കർവ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഫേം, സപ്ലൈ കർവ് എപ്പോഴും ഏത് ഫേമിലാണ്? ഇൻഡിവിജ്വൽ, ഒരു ഇൻഡിവിജ്വൽ ആയ വിപണിയിലാണ് ഏത്? സപ്ലൈ കർവ്. സപ്ലൈ കർവ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഫേം. അപ്പോ സപ്ലൈ കർവ് ഇൻഡിവിജ്വൽ ഫേമിലായിരിക്കുമ്പോൾ എന്ത് ഫേസ് ചെയ്യുന്നു? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താണ്? പൂർണ്ണമായ ഇലാസ്തികതയായിരിക്കും. സപ്ലൈ കർവ് ഇൻഡിവിജ്വൽ ഫേമിലായിരിക്കുമ്പോൾ സപ്ലൈ കർവ് എങ്ങനെയായിരിക്കാം? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. That of the market is positively sloped. അതുകൊണ്ട് മാർക്കറ്റ് എങ്ങനെയായിരിക്കാം? ഒരു പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കാം. മാർക്കറ്റ് എന്ന് പറയുന്നത് പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കാം. എങ്ങനെ? അറ്റ് ദ ഗിവൺ വേജ് റേറ്റ്. വേജ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കാം? പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആയിരിക്കാം. അപ്പൊ സപ്ലൈ ഓഫ് ലേബർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങളാണ് അതിൽ ഇൻവോൾവ് ആയിട്ടിരിക്കുന്നത്? the supply of labor not affected by the fact that firm have monopolistic power. ഒരു സപ്ലൈ ഓഫ് ലേബർ ഒരിക്കലും മൊണോപോളിസ്റ്റിക് പവറിനെ എഫക്ട് ചെയ്യുന്നില്ല. ആൻഡ് ദെൻ നെക്സ്റ്റ് എന്താണ് പറയണത്? മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഈസ് ദ സമ്മേഷൻ ഓഫ് ദ സപ്ലൈ കർവ് ഓഫ് ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡ്. മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഏതുമായിട്ട് സമ്മേഷൻ ആണ്? ഇൻഡിവിജ്വൽ ഹൗസ്ഹോൾഡുമായിട്ട് കൂടിച്ചേരുന്നുണ്ട്. അതേപോലെ തന്നെ സപ്ലൈ കർവ് ദാറ്റ് ആൻ ഇൻഡിവിജ്വൽ ഫേം. സപ്ലൈ കർവ് എപ്പോഴും ഇൻഡിവിജ്വൽ വിപണി, ഒരു ഇൻഡിവിജ്വൽ ഫേമിലായിരിക്കും ഏതുണ്ടായിരിക്കുക? സപ്ലൈ കർവ് ഉണ്ടായിരിക്കുക. അതുകൊണ്ട് അത് എന്ത് ഫേസ് ചെയ്യുന്നു? പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക്. മാത്രല്ല അത് പോസിറ്റീവ്ലി സ്ലോപ്ഡുമായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് അതുമായി പോസിറ്റീവ്ലി സ്ലോപ്ഡ് ആവാനുള്ള കാരണം എന്താണ്? വേജ് റേറ്റിന്റെ അടിസ്ഥാനത്തിൽ സപ്ലൈ കർവ് എപ്പോഴും എന്തായിരിക്കാം? പോസിറ്റീവ്ലി സ്ലോപ്ഡ്. അതുകൊണ്ട് ഇവിടെ ശ്രദ്ധിക്കൂ, രണ്ട് ഡയഗ്രാമാണ് നമുക്ക് കാണിച്ചു തരുന്നത്. മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബറിൽ മാർക്കറ്റും വരുന്നുണ്ട്, ഇൻഡിവിജ്വൽ ഫേമും വരുന്നുണ്ട്. മാർക്കറ്റ് ആയിരിക്കുമ്പോൾ നമ്മുടെ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിമാൻഡ് കർവാണ് വരുന്നത്, അതെ സപ്ലൈ കർവാണ് വരുന്നത് അല്ലേ? അതായത് ഇങ്ങനെ
പോസിറ്റീവ്ലി ആയിട്ടാണ് സ്ലോപ്പ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് വേജ് ഇത്രയാവുമ്പോ സപ്ലൈ വർദ്ധിക്കും, വീണ്ടും വേജ് വർദ്ധിക്കുമ്പോൾ വീണ്ടും സപ്ലൈ വർദ്ധിക്കും, വീണ്ടും വേജ് വർദ്ധിക്കുമ്പോൾ വീണ്ടും സപ്ലൈ വർദ്ധിക്കും. അപ്പൊ വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് സപ്ലൈ ഓഫ് ലേബർ എന്ത് ചെയ്യും? വർക്കേഴ്സ് വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. വേജ് ഉണ്ടെങ്കിൽ, കൂലി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ സപ്ലൈ ഓഫ് ലേബറിന്റെ വിതരണവും വർദ്ധിക്കുക. അതാണ് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുമ്പോൾ വേജിന്റെ അടിസ്ഥാനത്തിലാണ് മാർക്കറ്റ് സപ്ലൈ ഓഫ് ലേബർ ഡിറ്റർമൈൻ ചെയ്യുന്നത്. വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ചിട്ട് എന്തും വർദ്ധിക്കാം, ലേബർ സപ്ലൈയും വർദ്ധിക്കാം. വേജ് കൂലി ഇല്ല, തൊഴിൽ ചെയ്യാൻ ആളുകളെ കിട്ടുമോ? ഇല്ല. അപ്പൊ ഇവിടെ വേജ് വർദ്ധിക്കുന്നതിന്, പക്ഷെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഒറ്റ ഡയഗ്രം ആയിട്ടേ കാണിക്കും. ഇങ്ങനെ ടെസ്റ്റ് നിങ്ങളുടെ PDF നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാവില്ല, പക്ഷെ അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ടീച്ചർ കാണിച്ചു തരികയാണ്. വേജ് വർദ്ധിക്കുന്നതിനനുസരിച്ച് എന്തും വർദ്ധിക്കാം, സപ്ലൈ ഓഫ് ലേബറും വർദ്ധിക്കാം. കാരണം ലേബറിന്റെ തൊഴിലാളികളെ വിതരണം ചെയ്യുന്നതും വർദ്ധിക്കാം. സപ്ലൈ ഓഫ് ലേബർ എന്ന് പറഞ്ഞാൽ എന്താ? തൊഴിലാളികളുടെ വിതരണം. അപ്പൊ ആ തൊഴിലാളികളുടെ വിതരണം വർദ്ധിക്കണമെങ്കിൽ എന്ത് വർദ്ധിക്കണം? വേജ് വർദ്ധിക്കണം. അതേപോലെ തന്നെ നമുക്കൊരു ഇൻഡിവിജ്വൽ ഫേമിലേക്ക് പോയി നോക്കാം. ഇൻഡിവിജ്വൽ ഫേമില് വേജ് ഇൻഡിവിജ്വൽ ഫേം പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തിയുടെ വിപണിയാണ്. മാർക്കറ്റ് പറഞ്ഞാൽ എന്താ? ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കും, വാങ്ങാനും വിൽക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉള്ളതാണ് മാർക്കറ്റ്. എന്നാൽ ഇൻഡിവിജ്വൽ ഫേം പറഞ്ഞാൽ എന്താ? ഒരു വ്യക്തി മാത്രമുള്ള വിപണിയെയാണ് എന്ത് പറയുക? ഇൻഡിവിജ്വൽ ഫേം. അതുകൊണ്ട് തന്നെ ഇൻഡിവിജ്വൽ ഫേം എന്ന് പറയുമ്പോൾ അവിടെ നമ്പർ ഓഫ് വർക്കേഴ്സ് ആവശ്യമുണ്ടോ? വേണ്ട. അതുകൊണ്ട് അവിടെ വേജ് വർദ്ധിക്കുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് വേജ് അവിടെ എന്താണ്? സ്റ്റോപ്പായി നിൽക്കുന്നു. അതുകൊണ്ട് സപ്ലൈ ഓഫ് ലേബറും എന്താണ്? അവിടെ സപ്ലൈ ഓഫ് ലേബർ ഒരു ഫിക്സഡ് ആയിട്ട് ഇങ്ങനെ നിലനിൽക്കും. അതുകൊണ്ടാണ് പെർഫെക്റ്റ്ലി ഇലാസ്റ്റിക് ആണ് എന്ന് പറയാനുള്ളത്. വേജും ഒരേപോലെ ആയിരിക്കും, സപ്ലൈ ഓഫ് ലേബറും ഒരേപോലെ ആയിരിക്കും. കണ്ടോ? മറ്റേത് അങ്ങനെയല്ല, വേജ് ഇങ്ങനെ വർദ്ധിക്കും, അതിനനുസരിച്ചിട്ട് നമ്പർ ഓഫ് വർക്കേഴ്സും വർദ്ധിക്കും. ഇവിടെ വേജും സപ്ലൈ ഓഫ് ലേബറും എങ്ങനെ തന്നെയാണ്? ഒരേ സെയിം ഫിക്സഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. ഇതാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സപ്ലൈ ഓഫ് ലേബർ. ആൻഡ് നെക്സ്റ്റ് ടോപ്പിക് ലേബർ മാർക്കറ്റ് പോളിസി. ലേബർ മാർക്കറ്റ് പോളിസി. ആ ലേബർ മാർക്കറ്റ് പോളിസിയിൽ നമുക്ക് മിനിമം വേജ് ലോ നോക്കാം. നെക്സ്റ്റ് ടോപ്പിക് ലേബർ മാർക്കറ്റ് പോളിസി. തൊഴിലാളികൾ ഉൾപ്പെടുന്ന മാർക്കറ്റിലെ നയം എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലേബർ മാർക്കറ്റ് പോളിസി. ആ ലേബർ മാർക്കറ്റ് പോളിസിയിലെ മിനിമം വേജ് ലോ എന്താ നോക്കാം. എന്താണ് മിനിമം വേജ് ലോ എന്ന് പറഞ്ഞാല്? കുറഞ്ഞ വേജ് നിയമം എന്നാണ് എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മിനിമം വേജ് ലോ. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, ഈ വേജ് റേറ്റ് വിച്ച് ദ എംപ്ലോയേഴ്സ് മസ്റ്റ് പേ to their workers minimum wage are most useful to the low skilled workers. ആർക്കാണ് മിനിമം വേജ് കിട്ടുക? ലോ സ്കിൽഡ് വർക്കേഴ്സ്. ലോ സ്കിൽഡ് വർക്കേഴ്സിനാണ് എപ്പോഴും എന്ത് ലഭ്യമാകുന്നത്? മിനിമം വേജ് ലോ. ലോ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സ്കിൽഡ് പറഞ്ഞാൽ എന്താ? നല്ല കഴിവ് എഫിഷ്യന്റ് ആയ ആളുകളെ തന്നെയാണ് എന്ത് പറയാ? സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറയാ. പക്ഷെ ലോ സ്കിൽഡ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എഫിഷ്യന്റ് അല്ലാത്ത ആളുകൾ, അതായത് വിദ്യാഭ്യാസം ഒന്നും നേരെ ലഭ്യമല്ലാത്ത ആളുകളാണ് ആര്? ലോ സ്കിൽഡ് വർക്കേഴ്സ്. അവർക്കാണ് ഏത് കിട്ടുക? മിനിമം വേജ് റേറ്റ്. അപ്പൊ മിനിമം വേജ് റേറ്റ് ആരിലൂടെയാണ് മിനിമം വേജ് റേറ്റ് കാണപ്പെടുക? ലോ സ്കിൽഡ് വർക്കേഴ്സിന്മേലാണ് നമുക്ക് എന്ത് കാണാൻ സാധിക്കുന്നത്? മിനിമം വേജ് റേറ്റ് കാണാൻ സാധിക്കുന്നത്. അപ്പൊ എന്താ അവിടെ പറയുന്നത്? A wage rate which the employers must pay to their workers. Minimum wage are most useful to the low skilled workers. Minimum wage ആരിലാണ് അവിടെ യൂസ്ഫുൾ ആകുന്നത്? ലോ സ്കിൽഡ് വർക്കേഴ്സ്. സ്കിൽഡ് പറഞ്ഞാൽ എന്താ? കഴിവ്. ആ കഴിവൊന്നും ഇല്ലാത്ത ആളുകളിലാണ് എന്ത് കാണുക? മിനിമം വേജ്. കുറഞ്ഞ വേജ് കാണുക ആരിലാണ്? ലോ സ്കിൽഡ് വർക്കേഴ്സ്. The mechanism of minimum wage and its effect can be understood using a diagram. അതുകൊണ്ട് തന്നെ മിനിമം വേജിന്റെ ഈ മെക്കാനിസത്തെ നമുക്കൊരു ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കാം. മിനിമം വേജിന്റെ മെത്തേഡിനെ നമുക്കൊരു ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കാം. ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഇത് ഡിമാൻഡ് ഫോർ ലേബർ, ഇതോ സപ്ലൈ ഓഫ് ലേബർ. മിനിമം വേജ് ആയിരിക്കുന്ന സമയത്ത്
സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഈ ഭാഗം അല്ലെ, അത് ഫിക്സഡ് ആയിട്ട് അവിടെ നിൽക്കുകയാണ്. എന്നാൽ ഡിമാൻഡ് ഫോർ ലേബർ ലോവാണ്, NA എന്ന് പറയും. ഡിമാൻഡ് ഫോർ ലേബർ അവിടെ മിനിമം കണ്ടോ, വേജ് മിന്നാണ് ടീച്ചർ ഇട്ടിട്ടുള്ളത്. വേജ് മിനിമം ആയിരിക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്, എങ്ങനെയാണ് കാണിക്കുന്നത്, പുറത്തേക്ക് ആയിട്ടാണ് ഡയഗ്രാം പോകുന്നതെങ്കിൽ അതിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്, വേജ് മിനിമം ആയിരിക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ ഉണ്ട് എങ്കിലും ഡിമാൻഡ് ഫോർ ലേബർ കുറവായിട്ടാണ് കാണിക്കുന്നത്. ഇനി കുറച്ച് അതേപോലെ തന്നെ വേജ് ഒരു സാധാരണ നോർമലി വേജ് ആയിരിക്കുമ്പോഴോ, നോർമലി വേജ് ആയിരിക്കുന്ന സമയത്ത് എങ്ങനെയായിരിക്കാം, സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും എങ്ങനെയാണ് ഈക്വൽ ആയിരിക്കാം. അപ്പൊ നമുക്കറിയാം നമ്പർ ഓഫ് വർക്കേഴ്സ് ആണ് താഴെ കൊടുത്തിരിക്കുന്നത്. ഇത് സാധാരണ ഒരു വേജ് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും ഈക്വൽ ആയിരിക്കാം. ഡിമാൻഡ് ഫോർ ലേബർ ഈക്വൽ സപ്ലൈ ഓഫ് ലേബർ ഈക്വൽ. എപ്പോ സാധാരണ നോർമലി വേജ് ആയിരിക്കുമ്പോൾ ഡിമാൻഡ് ഫോർ ലേബറും സപ്ലൈ ഓഫ് ലേബറും എങ്ങനെ ആയിരിക്കാം, ഈക്വൽ ആയിരിക്കാം. എന്നാൽ വേജ് മിനിമം ആയിരിക്കുമ്പോൾ എന്താണ്, സപ്ലൈ ഓഫ് ലേബർ വർദ്ധിക്കുന്നുണ്ടെങ്കിൽ പോലും ഡിമാൻഡ് ഫോർ ലേബർ എങ്ങനെയാണ്, കുറയാണ്. അങ്ങോട്ട് ഇപ്പുറത്തേക്ക് അത് ഷിഫ്റ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഡിമാൻഡ് ഫോർ ലേബർ കുറവായിരിക്കാം. അപ്പോ മിനിമം വേജ് ആയിരിക്കുമ്പോൾ കുറഞ്ഞ വേജ് എന്നുണ്ടെങ്കിൽ ലേബേഴ്സിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് കുറവും സപ്ലൈ ഓഫ് ലേബർ വർദ്ധിച്ചുകൊണ്ടായിരിക്കാം എന്നാണ് ഈ ഒരു. അപ്പൊ നമുക്കറിയാം മിനിമം വേജ് എപ്പോഴും ആർക്കാ ലഭ്യമാകുക, ലോ സ്കിൽഡ് വർക്കേഴ്സിന് മാത്രമേ മിനിമം വേജ് കിട്ടുള്ളൂ. അല്ലാത്ത ആളുകൾക്കൊക്കെ ഹൈ വേജ് കൊടുക്കണം. അതുകൊണ്ട് തന്നെ ലേബർ മാർക്കറ്റ് പോളിസിയിൽ വരുന്ന ഒരു പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് മിനിമം വേജ് ലോ. അപ്പൊ മിനിമം വേജ് ലോ ഫോക്കസ് ചെയ്യുന്നത് ആരേനെയാണ്, ലോ സ്കിൽഡ് വർക്കേഴ്സിനാണ്. അതുമായി ബന്ധപ്പെട്ട ഈ ഡയഗ്രാം വരച്ചിട്ട് ഈ കാര്യങ്ങൾ എഴുതി വെച്ചാൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു തിയറിയുടെ കാര്യങ്ങൾ അതിലായി. അതുകൊണ്ട് തന്നെ ഈ ഡയഗ്രത്തിന് പ്രാധാന്യം കൊടുക്കണം. ഇവിടെ നോർമലി വേജ് ആയിരിക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബറും ഡിമാൻഡ് ഫോർ ലേബറും ഈക്വൽ ആവും. എന്നാലേ വേജ് മിനിമം ആയിരിക്കുമ്പോൾ സപ്ലൈ ഓഫ് ലേബർ വർദ്ധിക്കും. എന്നാലേ ഡിമാൻഡ് ഫോർ ലേബർ താഴേക്ക് ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതായിട്ട് കുറഞ്ഞു വരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പാണ്, നെക്സ്റ്റ് ടോപ്പിക് റോൾ ഓഫ് ലേബർ യൂണിയൻ. എന്താണ് റോൾ ഓഫ് ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ ലേബർ യൂണിയന്റെ, തൊഴിലാളി യൂണിയന്റെ പങ്ക്. എന്തിനു വേണ്ടിയിട്ടാണ് ഈ തൊഴിലാളി യൂണിയൻ ഉണ്ടായിട്ടുള്ളത്? നമുക്കറിയാം തൊഴിലാളികൾ അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടിയാണ് ലേബർ യൂണിയൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോ ആ ലേബർ യൂണിയന്റെ റോൾ എന്താ എന്ന് നമുക്ക് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് റോൾ ഓഫ് ലേബർ യൂണിയൻ. ലേബർ യൂണിയൻ ആർ ഓർഗനൈസേഷൻ. ലേബർ യൂണിയൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സംഘടനയാണ്. ലേബർ യൂണിയൻ ആർ ഓർഗനൈസേഷൻ that negotiate with employers on behalf of workers. തൊഴിലാളികളുടെ കാര്യങ്ങളെ കുറിച്ച് എന്ത് ചെയ്യാനാ? നെഗോട്ടിയേറ്റ്, ചർച്ച ചെയ്യുക, കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടി തൊഴിലാളികളുടെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടിയാലോചന നടത്തുന്നതിന് വേണ്ടിയുള്ള ഒരു സംഘടനയാണ് എന്ത്? ലേബർ യൂണിയൻ. അപ്പോ ലേബർ യൂണിയൻ ആർ ഓർഗനൈസേഷൻ, ലേബർ യൂണിയൻ ഒരു സംഘടനയാണ്. ദാറ്റ് നെഗോട്ടിയേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചർച്ച നടത്തുക. ആർക്ക് വേണ്ടി? എംപ്ലോയേഴ്സ് ഓൺ ബിഹാഫ് ഓഫ് വർക്കേഴ്സ്. തൊഴിലാളികൾക്ക് വേണ്ടി, അവരുടെ തൊഴിൽ കാര്യങ്ങൾക്ക് വേണ്ടി ചർച്ച നടത്തുന്ന ഒരു സംഘടനയാണ് ഏത്? ലേബർ യൂണിയൻ. അതേപോലെ തന്നെ ഇനി എപ്പോഴാണ് ചർച്ച നടത്തുക? എമംഗ് ദ ഇഷ്യൂസ് ദാറ്റ് യൂണിയൻ നെഗോട്ടിയേറ്റ് ആർ ദ വേജസ് വർക്കേഴ്സ് ഏൺ, റൂൾസ് ഫോർ ഹയറിംഗ് ആൻഡ് ഫയറിംഗ്. അതായത് എമംഗ് ദ ഇഷ്യൂസ്, തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ ദ വേജ് വർക്കേഴ്സ് ഏൺ, തൊഴിലാളികളുടെ കൂലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടിയും,
അവരിന്മേലുള്ള റൂൾസ്, പല നിയമങ്ങൾക്കെതിരെയൊക്കെയാണ് ഈ ലേബർ യൂണിയൻ എന്ത് ചെയ്യാറുള്ളത്? ചർച്ച നടത്താറുള്ളത്. റൂൾസ് ഫോർ ഹയറിംഗ് ആൻഡ് ഫയറിംഗ്, അതായത് നിയമത്തിന്റെ പേരില് അവരേനെ തൊഴിൽപരമായിട്ട് ചൂഷണം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ പലതരത്തിലുള്ള ഇഷ്യൂസുകൾ ഉണ്ടാകുമ്പോഴും കൂലി അവർക്ക് ഒരു മിനിമം വേജ് പോലും ലഭ്യമാകാത്ത ഒരു അവസ്ഥ ഉണ്ടാകുമ്പോഴൊക്കെയാണ് എന്ത് ചെയ്യാറുള്ളത്? ലേബർ യൂണിയൻ നെഗോട്ടിയേറ്റ് പറഞ്ഞാൽ എന്താണ്? ചർച്ചകൾ നടത്താറുള്ളത്. പിന്നെന്താണ് അവരുടെ പ്രത്യേകത? വർക്ക് അവേഴ്സ് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ, തൊഴിൽ സമയവും തൊഴിൽ സാഹചര്യവും. വർക്ക് അവേഴ്സ് ഒരു കാലത്ത്, അതായത് ഡ്യൂറിംഗ് ദ പീരിയഡ് ഓഫ് ബ്രിട്ടീഷ് റൂൾ, ബ്രിട്ടീഷ് ഭരണം നിലകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇന്ത്യയിലെ വ്യവസായ ശാലകളിലെ ഇന്ത്യൻ തൊഴിലാളികൾ ഏകദേശം 18 മണിക്കൂറാണ് ജോലി ചെയ്തിരുന്നത്. ആ 18 മണിക്കൂർ ഉള്ള വർക്കിംഗ് അവേഴ്സ് ആണ് പിന്നീട് 8 മണിക്കൂറായി മാറിയത്. അപ്പോ തൊഴിലാളികളുടെ വർക്ക് അവേഴ്സും വർക്കിംഗ് കണ്ടീഷൻ, തൊഴിൽ സാഹചര്യവും അതേപോലെ തന്നെ പ്രൊസീജിയേഴ്സ് ഫോർ റിസോൾവിംഗ് ഡിസ്പ്യൂട്ട് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് എംപ്ലോയേഴ്സ്, എംപ്ലോയേഴ്സിന്റെയും വർക്കേഴ്സിന്റെയും തൊഴിൽ സമയവും വർക്കിംഗ് കണ്ടീഷനിലൊക്കെ പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നതും ആരുടെ പങ്കാണ്? ലേബേഴ്സ് യൂണിയന്റെ പങ്കാണ്. ഒന്നുകൂടി പറയാം, അതായത് തൊഴിലാളികളുടെ വർക്കേഴ്സിന്റെയും എംപ്ലോയേഴ്സിന്റെയും വർക്കിംഗ് ഹവേഴ്സും വർക്കിംഗ് കണ്ടീഷനിലും പലതരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുക എന്നതും ആരുടെ പ്രധാന പങ്കാണ് എന്നാ പറയുന്നത്? ലേബേഴ്സ് യൂണിയന്റെ പങ്കാണ്. അതേപോലെ തന്നെ യൂണിയൻ ഗെയിൻ നെഗോട്ടിയേറ്റിംഗ് പവർ, അതുകൊണ്ട് തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു പവർ ആർക്കാണുള്ളത്? യൂണിയന്റെ ലക്ഷ്യം ഗെയിൻ, യൂണിയൻ ഗെയിൻ എന്ന് പറഞ്ഞാല് യൂണിയന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ എന്താണ്? നെഗോട്ടിയേറ്റിംഗ് പവർ, അതായത് ചർച്ച ചെയ്യുക എന്നതാണ് ആരുടെ ലക്ഷ്യം? യൂണിയന്റെ ലക്ഷ്യം. ബൈ ദിയർ പവർ ടു കാൾ എ സ്ട്രൈക്ക്, അതേപോലെ സ്ട്രൈക്ക് ചില അവരുടെ ശക്തി എന്ന് പറയുന്നത് തന്നെ എന്താണ്? ലക്ഷ്യമാണ്. എന്ത്? അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് നെഗോട്ടിയേറ്റിംഗ് പവർ. നെഗോട്ടിയേറ്റിംഗ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? ചർച്ച ചെയ്യാനുള്ള ശക്തിയും പവർ ടു കാൾ എ സ്ട്രൈക്ക്, സ്ട്രൈക്ക് സമരം വിളിക്കുക. അതായത് തൊഴിലാളി വർഗം ചൂഷണം ചെയ്യപ്പെടുമ്പോൾ അവർക്ക് വേണ്ടി ചർച്ച ചെയ്യുകയും ചർച്ചകൾക്ക് വേണ്ടി ആഹ്വാനം ചെയ്യുകയും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുക, സ്ട്രൈക്ക് സമരം ഉണ്ടാക്കുക എന്നതൊക്കെയാണ് ആരുടെ ലക്ഷ്യം? ലേബേഴ്സ് യൂണിയന്റെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ആസ് എ റിസൾട്ട് ഓഫ് ആർട്ടിഫിഷ്യലി ഹയർ യൂണിയൻ വേജ് റേറ്റ്, അതുകൊണ്ട് തന്നെ ലേബർ യൂണിയന്റെ ആ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതിന്റെ ഭാഗമായി ആസ് എ റിസൾട്ട്, അതിന്റെ ഫലം എന്താണ്? ഹയർ യൂണിയൻ വേജ്, വേജ് കൂടുതൽ ഉയർത്താൻ സാധിച്ചു. ലേബർ യൂണിയൻ വളരെ ശക്തമായി ഓരോ കാര്യങ്ങളിലും ചർച്ച ചെയ്യുന്നതിനും സ്ട്രൈക്ക് നടത്തുന്നതിനൊക്കെ വളരെ ഇൻവോൾവഡ് ആയി പങ്കാളികളായതുകൊണ്ട് തന്നെ എന്ത് വർദ്ധിക്കാൻ ലേബർ യൂണിയന് സാധിക്കും എന്നാ പറയുന്നത്? ഹയർ യൂണിയൻ വേജ് റേറ്റ്, കൂടുതൽ വേജ് റേറ്റ് ഈ തൊഴിലാളികൾക്ക് കൂടുതൽ വേതനം, കൂടുതൽ വേജ് തൊഴിലാളികൾക്ക് ലഭ്യമാക്കാൻ ആരുടെ പങ്ക് സഹായിക്കുന്നുണ്ട്? ലേബേഴ്സ് യൂണിയന്റെ പങ്ക് സഹായിക്കുന്നുണ്ട്. ഇതാണ് ഈ റോൾ ഓഫ് ലേബർ യൂണിയൻ എന്ന ടോപ്പിക്കിലൂടെ നമുക്ക് പറയാനുള്ളത്. നെക്സ്റ്റ് ടോപ്പിക്കാണ്, ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് വൈ വേജ് ഡിഫർ. എന്തുകൊണ്ടാണ് വേജ് വ്യത്യസ്തമാകാൻ കാരണം? നമുക്കറിയാം, 1000 ആളുകളെ എടുത്തു നോക്കുകയാണെങ്കിൽ ആ 1000 ആളുകൾക്കും സെയിം വേജ്, എല്ലാവർക്കും ഒരേ ജോലിയാണോ? അല്ല, എല്ലാവരുടെയും ജോലി ഡിഫറൻറ്റ് ജോബ് ആൻഡ് ഡിഫറൻറ്റ് വേജ്, വ്യത്യസ്ത ജോലിയും വ്യത്യസ്ത കൂലിയുമാണ് ഓരോ ആളുകൾക്കും കിട്ടുന്നത്. അപ്പൊ നമ്മൾ സമൂഹത്തിൽ നിന്ന്, സൊസൈറ്റിയിൽ നിന്ന് 1000 ആളെ എടുത്ത് നോക്കുകയാണെങ്കിൽ ആ 1000 ആളുകൾക്കും വ്യത്യസ്ത ജോലിയും വ്യത്യസ്ത വേജുമായിരിക്കും. ഇനി ഒന്നും വേണ്ട, ഒരേ സ്ഥാപനത്തിൽ തന്നെ, സെയിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ നമുക്കറിയാം ഓരോരുത്തരുടെയും വേജും അതേപോലെ തന്നെ അവരുടെ ജോബും ഡിഫറൻ്റ് ആയിരിക്കും.
ക്വാളിഫിക്കേഷൻ അനുസരിച്ചും ഏജിനനുസരിച്ചും അതേപോലെ തന്നെ അവരുടെ സ്കില്ല് കഴിവിനനുസരിച്ചൊക്കെ ഓരോരുത്തരുടെയും വേജ് എന്തായിരിക്കാം, വ്യത്യസ്തമായിരിക്കാം. അപ്പൊ എന്തുകൊണ്ടാണ് വേജ് വ്യത്യസ്തമാകാനുള്ള കാരണം എന്നാണ് ഇവിടെ പറയുന്നത്. 3 കാരണമാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വൈ വേജ് ഡിഫർ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് വേജ് ഡിഫറന്റ് ആവാനുള്ള കാരണം? നമ്മൾ 3 പോയിന്റ് നോക്കി. അതിൽ 3rd പോയിന്റിൽ നമ്മൾ പറഞ്ഞു ഡിഫറൻസ് ഇൻ എബിലിറ്റിയിലുള്ള വ്യത്യാസം. ഒരു വ്യക്തിയുടെ എബിലിറ്റിയിലുള്ള വ്യത്യാസം എന്തിനു കാരണമാകാം? ആ വ്യക്തിയുടെ വേജ് ലഭ്യമാകുന്നതിൽ വ്യത്യാസം ഉണ്ടാവും. കാരണം എന്താണ്? നമുക്കറിയാം, വർക്കേഴ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഡിപ്പെൻഡ് നോട്ട് ഓൺലി ഓൺ ദെയർ ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ഒരു വർക്കർ എപ്പോഴും പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി കിട്ടണമെങ്കിൽ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ട്രെയിനിങ് ആൻഡ് എക്സ്പീരിയൻസ്. ട്രെയിനിങ്ങും എക്സ്പീരിയൻസിനെയും ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ഒരു വർക്കറിന് എന്ത് ലഭ്യമാകുകയുള്ളൂ? പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ലഭ്യമാകുകയുള്ളൂ. കാരണം ഒരു വർക്കർ എപ്പോഴും എഫിഷ്യന്റ് ആയിരിക്കണമെങ്കിൽ, എഫിഷ്യന്റ് ആയി തീരണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിനെ ഡിപ്പെൻഡ് ചെയ്യണം? ട്രെയിനിങ്ങും എക്സ്പീരിയൻസും ഉണ്ടായിരിക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, എഡ്യൂക്കേഷനും എക്സ്പീരിയൻസും ട്രെയിനിങ്ങും ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വർക്കർക്ക് നന്നായിട്ട് വേജ് ഏൺ ചെയ്യാൻ സാധിക്കുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് വർക്കേഴ്സ് പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി. ഒരു വർക്കറിന്റെ പ്രൊഡക്റ്റീവ് കപ്പാസിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ട്രെയിനിങ്ങിനെയും എക്സ്പീരിയൻസിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. സിമിലർലി പൊസസിങ് എബിലിറ്റി ദാറ്റ് ആർ സ്കേഴ്സ്. ഇനി പൊസസിങ് എബിലിറ്റി സ്കേഴ്സ് ദൗർലഭ്യമാണെങ്കിലോ ഈസ് നോ ഗ്യാരണ്ടി ടു എ ഹയർ വേജ്. ആ വേജ് കൂടുതൽ